നമസ്കാരം. തീപ്പൊരി ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ ദിവസം ഇന്ന് ഇംഗ്ലണ്ട് vs ഓസ്ട്രേലിയ ആഷസിൻ്റെ ആദ്യത്തെ ദിവസം 19 വിക്കറ്റാണ് വീണത്. 19 വിക്കറ്റ്. ഇത് ഇന്ത്യ vs ഓസ്ട്രേലിയ മാച്ചിൽ ഇതേ ഗ്രൗണ്ടിൽ കഴിഞ്ഞ വർഷം 17 വിക്കറ്റായിരുന്നു വീണത്. ചരിത്രം ആവർത്തിക്കുന്ന പോലെ ഇന്ന് 19 വിക്കറ്റ് വീണിരിക്കുകയാണ്. ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറയാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു. മിച്ചൽ സ്റ്റാർക്ക് 7 വിക്കറ്റാണ് എടുത്തത്. 7ന് 58 എന്ന് പറയുന്ന പുള്ളിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു സ്റ്റാറ്റാണ് ഇന്നത്തെ ദിവസം മിച്ചൽ സ്റ്റാർക്ക് നേടിയത്. അതുപോലെ തന്നെ തിരിച്ച് ഇംഗ്ലണ്ട് ബോൾ ചെയ്തപ്പോൾ ജോഫ്ര ആർച്ചർ, ബ്രൈഡൻ കാർട്സ്, ബെൻ സ്റ്റോക്സിൻ്റെ അത്യുഗ്രൻ ബോളിംഗ്. ബെൻ സ്റ്റോക്സ് 5 വിക്കറ്റ് എടുത്തിരുന്നു. മിച്ചൽ സ്റ്റാർക്കിൻ്റെ ബോളിംഗ് തന്നെ തുടങ്ങാം. മിച്ചൽ സ്റ്റാർക്ക് ഒരു ആദ്യത്തെ സ്പെല്ല് എറിഞ്ഞു 145 സ്പീഡിന് മുകളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എറിഞ്ഞൊരു സ്പെല്ല്. 3 പ്രധാനപ്പെട്ട വിക്കറ്റാണ് മിച്ചൽ സ്റ്റാർക്ക് ആദ്യത്തെ ആ ഒരു സ്പെല്ലിൽ നേടിയത്. ജോ റൂട്ട്, ബെൻ ഡക്കറ്റ്, അതുപോലെ തന്നെ സാക്രാളി, ഈ 3 വിക്കറ്റ്. മിച്ചൽ സ്റ്റാർക്ക് അല്ലാതെ ഓസ്ട്രേലിയക്ക് വേണ്ടി ബ്രണ്ടൻ ഡോഗറ്റ് 2 വിക്കറ്റും അതുപോലെ തന്നെ കാമറൂൺ ഗ്രീൻ വളരെ പ്രധാനപ്പെട്ട 1 വിക്കറ്റും നേടി. ബ്രൂക്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിങ്ങിൻ്റെ താരം. സൂപ്പറായിട്ടുള്ള പിക്കപ്പ് ഷോട്ട്സും ഒക്കെ ആയിട്ട് ആ ബാറ്റ്സ്ബോളിൻ്റെ മനോഹരമായ ബാറ്റിംഗ് ബ്രൂക്ക് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഓലിപോപ്പും സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. ആ ഒരു ഫ്ലോ അവർ വിട്ടില്ല. വിക്കറ്റ് പോയിക്കൊണ്ടിരുന്നു. ആദ്യം ഓലിപോപ്പ് ബാറ്റ് ചെയ്തപ്പോഴും വിക്കറ്റ് പോയിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ബ്രൂക്ക് ബാറ്റ് ചെയ്തപ്പോഴും വിക്കറ്റ് പോകുമ്പോഴും അവർ ആ റൺ റേറ്റ് താഴാനേ സമ്മതിച്ചില്ല. അതാണ് ഇംഗ്ലണ്ട് ഒരു അഡ്വാൻറ്റേജ്. ശരിക്കും ഒരു മിഡ് ഇന്നിങ്സിൽ നമ്മൾ കരുതിയത് അത് അഡ്വാൻറ്റേജ് അല്ല, അവർ കളഞ്ഞു കുളിച്ചു എന്നാണ്. പക്ഷേ ഈ ദിവസം അവസാനിച്ചപ്പോൾ ശരിക്കും മനസ്സിലായത് അവർക്ക് ആ ഒരു എക്സ്ട്രാ ഒരു എഡ്ജ് ഓസ്ട്രേലിയക്ക് മേലിൽ നൽകിയത് ആ ഒരു അപ്രോച്ചാണ്. ബാസ്ബോൾ അപ്രോച്ച് തന്നെയാണ് ഇന്നത്തെ ദിവസം അറ്റ്ലീസ്റ്റ് ഇംഗ്ലണ്ടിനെ സേവ് ചെയ്തിരിക്കുന്നത്. ബ്രൂക്കും ഓലിപോപ്പും അല്ലാതെ ജാമി സ്മിത്ത് ഒരു 33 റൺസ് അടിച്ചു, 22 ബോൾ. അതും നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. തിരിച്ച് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഉസ്മാൻ ഖോജയ്ക്ക് ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു തിരിച്ചടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്തപ്പോൾ ഉസ്മാൻ ഖോജയ്ക്ക് ഒരു ബാക്ക് സ്റ്റിഫ്നെസ് കൊണ്ട് ഫീൽഡ് ചെയ്യാൻ ഇറങ്ങാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഒരു നിശ്ചിത ഓവർ കഴിഞ്ഞിട്ട് ഉസ്മാൻ ഖോജയ്ക്ക് ഫീൽഡിലേക്ക് ബാറ്റ് ചെയ്യാൻ ഇറങ്ങാൻ പറ്റത്തുള്ളായിരുന്നു. സോ അതുകൊണ്ടാണ് ഇന്ന് ഓപ്പണിംഗ് ഇറങ്ങിയത് നമ്മുടെ ന്യൂ കമർ ആയിട്ടുള്ള ഇന്ന് ഡെബ്യൂട്ട് ചെയ്ത വെതറോൾഡും നമ്മുടെ ലബുഷേനും ചേർന്നിട്ടാണ്. വെതറോൾഡിനെ രണ്ടാമത്തെ ബോളിൽ ഇന്നിങ്സിൻ്റെ രണ്ടാമത്തെ ബോളിൽ ജോഫ്ര ആർച്ചർ മനോഹരമായിട്ടുള്ളൊരു ബോളിൽ LBWയിൽ ഔട്ടാക്കിയിരിക്കുകയാണ്. ഡക്കിനാണ് ആദ്യത്തെ ഡെബ്യൂ മത്സരത്തിൽ വെതറോൾഡ് ഔട്ടായത്. സൂപ്പർ ബോളിംഗ്. ഇന്ന് ആർച്ചറും അതുപോലെ തന്നെ വുഡ് വേറെ ലെവൽ ഫാസ്റ്റ് ബോളിംഗ് ആയിരുന്നു. 140-ന് മേളിലോട്ടുള്ള കളിയുള്ളായിരുന്നു. ഈ വെതറോളിനെ എടുത്ത വിക്കറ്റ് തന്നെ 140 ആയിരുന്നു. അതുപോലെ തന്നെ അടുത്തത് ലബുഷേൻ എടുത്ത വിക്കറ്റ് 144 സ്പീഡിലാണ് ജോഫ്ര ആർച്ചർ എറിഞ്ഞത്. ജോഫ്ര ആർച്ചർ ആദ്യത്തെ 2 വിക്കറ്റ് നേടിയപ്പോൾ അതിനുശേഷം ബ്രൈഡൻ കാർട്സ് വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട സ്മിത്തിൻ്റെയും കോജയുടെയും വിക്കറ്റ് നേടി, 2 വിക്കറ്റ് കൂടി നേടി. ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ ഒരു 5 വിക്കറ്റോ 6 വിക്കറ്റോ നഷ്ടപ്പെട്ട രീതിയിൽ നിൽക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ബെൻ സ്റ്റോക്സ് വന്നിട്ട് പിന്നെ വേറെ ലെവൽ ബോളിങ്. 6 ഓവർ എറിഞ്ഞുള്ളൂ. 6 ഓവറിൽ 5 വിക്കറ്റ് കൊണ്ടാണ് ബെൻ സ്റ്റോക്സ് പോയത്. അതായത് 29ാമത്തെ ഓവറിൽ ഓസ്ട്രേലിയയുടെ ഇന്നിങ്സിൽ 29ാമത്തെ ഓവർ തൊട്ട് 38ാമത്തെ ഓവർ വരെ ആ ഒരു ഗ്യാപ്പിൽ 5 വിക്കറ്റ് പിഴുത് ഓസ്ട്രേലിയയുടെ തകർത്ത് കളഞ്ഞ ഓസ്ട്രേലിയ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയക്ക് 123 റൺസിന് 9 വിക്കറ്റ് എന്നുള്ള സ്റ്റേജിലാണ് ഇപ്പോൾ കളി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ട് മികച്ച, അതായത് കൃത്യമായിട്ടുള്ള ആധിപത്യം ഇംഗ്ലണ്ടിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിനെ അവരെ സഹായിച്ചത് അവരുടെ ബാസ്ബോൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ട്വീറ്റ് ചെയ്തു, ഇംഗ്ലണ്ടിനെ കുറ്റം പറഞ്ഞ് ഒരുപാട് പേര് ട്വീറ്റൊക്കെ ചെയ്തു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇന്നത്തെ ദിവസം അവരെ ബാസ്ബോളാണ് രക്ഷപ്പെടുത്തിയത്. ബെൻ സ്റ്റോക്സ് ഇന്നടുത്ത് വിക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്, ഗ്രീന്, ക്യാരി, സ്റ്റാർക്ക്, ബോളുണ്ട്. ഇത്രയും വിക്കറ്റാണ് ബെൻ സ്റ്റോക്സ് എടുത്തത്. ഇതിനകത്ത് ഗ്രീനെതിരെ വുഡ് ഒരു ബോൾ എറിഞ്ഞു, 147 സ്പീഡിൽ ഒരു ബോൾ എറിഞ്ഞു. തലക്കിട്ടാണ് കൊണ്ടത്. ഒരു രക്ഷയില്ലാത്ത പേസ് ബോളിംഗ് എന്ന് പറഞ്ഞാൽ വുഡും അതിമനോഹരമായിട്ട് തന്നെ ബോൾ ചെയ്ത് ബൗൺസേഴ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ട്രബിൾ ചെയ്തു. സ്മിത്തിനെ നല്ല രീതിയിൽ എറിയുണ്ടെന്ന്, നല്ല രീതിയിൽ. അതായത് സ്മിത്ത് ഇന്ന് 49 ബോളിൽ 17 റൺസാണ് എടുത്തത്. അതിനകത്ത് ഒരുപാട് ബോഡി ബ്ലോ കിട്ടി സ്മിത്തിന്. വുഡിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി, ആർച്ചറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അമ്മാതിരി എറിയായിരുന്നു ഇംഗ്ലണ്ട്. ബ്രൈഡൻ കാർട്സും ഒട്ടും മോശമല്ല. ഈ 3 പേരും പേസിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. അതുപോലെ തന്നെ സ്റ്റോക്സ് ഒരു 144 മേളിൽ അങ്ങനെയുള്ള ആ റേഞ്ചിലൊന്നും എറിയത്തില്ലെങ്കിൽ പോലും ഒരു 138, 140 റേഞ്ചിലൊക്കെ തന്നെ സ്റ്റോക്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്യുവർ ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. ഓസ്ട്രേലിയയുടെ ഒരു റൺ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ഓവറിൽ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തപ്പോൾ 10 ഓവറിൽ വെറും 15 റണ്ണാണ് ഓസ്ട്രേലിയ എടുത്തത്. ഇതേസമയം ഇംഗ്ലണ്ട് 10 ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 റൺസ് ഇംഗ്ലണ്ട് എടുത്തിരുന്നത്. അതാണ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. റൺ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ഇന്ന് 5.23 റൺ റേറ്റിലാണ് കളിച്ചത്. ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ 3.15. ദാറ്റ്സ് എ ഡിഫറൻസ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇന്ന് അലക്സ് കാരിയെ കൊണ്ട് ഇംഗ്ലണ്ട് ബാസ്ബോൾ കളിപ്പിച്ചു. അലക്സ് കാരി 26 ബോൾ 26 റൺസാണ് എടുത്തത്. വിക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അലക്സ് കാരിക്ക് വേറെ രക്ഷയില്ല. സ്ട്രോക്സ് കളിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്ത് തന്നെ കളിച്ചു. 26 ബോളിൽ 26 റൺസ് അടിച്ചു. വിക്കറ്റ്, അതുപോലെ ബെൻ സ്റ്റോക്സ് തന്നെ വിക്കറ്റ് എടുത്തു. പക്ഷേ അങ്ങനെ കളിക്കേണ്ടി വന്നു. സോ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിന് വ്യക്തമായിട്ടുള്ള ആധിപത്യമാണ് ഇപ്പോൾ ഉള്ളത്.
ഇവർക്ക് ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഓസ്ട്രേലിയയിലൊരു ടെസ്റ്റ് വിന്ന് എന്നുള്ളൊരു ഇതിലേക്ക് ഇംഗ്ലണ്ടിന് എത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതിന് സാധിക്കും. കാരണം കഴിഞ്ഞ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം ഇതേപോലെ പെർത്തിൽ ഇതേപോലെ വിക്കറ്റ് വീണ മത്സരത്തിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യ അടിച്ചത് 487 റൺസാണ്. അന്ന് ജയ്സ്വാളും വിരാട് കോഹ്ലിയൊക്കെ സെഞ്ചുറി അടിച്ച ആ മാച്ചിൽ. അതുകൊണ്ട് തന്നെ അടുത്ത ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ഈ ഇംഗ്ലണ്ട് നല്ല രീതിയിലൊരു സ്കോർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു 300+ മാക്സിമം ഒരു 400 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാനായിട്ട് ഈ മാച്ച് വിജയം ഉറപ്പിക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ക്രാക്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഓസ്ട്രേലിയയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ തേർഡ് ഇന്നിങ്സ് ഇനി നാളത്തെ ദിവസം അതിൻ്റെ അടുത്ത ദിവസം ബാറ്റ് ചെയ്യാൻ കുറച്ച് ഫ്രണ്ട്ലി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനൊരു 400+ സെക്കൻഡ് ഇന്നിങ്സിൽ നേടാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നാളത്തെ ദിവസം ഒരു പകുതിയൊക്കെ ഫസ്റ്റ് സെഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബാറ്റിങ്ങിന് അനുകൂലമാവും. അപ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിന് അത് യൂസ് ചെയ്യാൻ പറ്റുവാണെന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും. ഫസ്റ്റ് വിന്ന് ഈ ആഷസിൽ ഇംഗ്ലണ്ടിന് നേടാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു മേൽക്കയാണ് ഓസ്ട്രേലിയക്ക് മുകളിൽ. അവിടുന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലണ്ടിന് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു അലയൊളികൾ മുന്നോട്ടുള്ള മാച്ചിലേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയ അത് പ്രതിരോധത്തിലേക്കോ ബാക്ക് ഫുട്ടിലേക്ക് തള്ളി നീക്കാനായിട്ട് ഈ ഒരു വിജയത്തിന് സാധിക്കും. എന്തായാലും ഇംഗ്ലണ്ടിന് അത് വിജയിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇംഗ്ലണ്ട് ജയിക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സീരീസും ഇംഗ്ലണ്ട് ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരു 3-2 അല്ലെങ്കിൽ 4-1 ഇംഗ്ലണ്ട് ജയിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. ഇവിടെ ബെൻ സ്റ്റോക്സിനെ സംബന്ധിച്ചൊരു വലിയ സ്വപ്നമാണ് ആ ഒരു ക്യാപ്റ്റൻസിയിൽ ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു ആഷസ് ജയിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയായിരിക്കും ബെൻ സ്റ്റോക്സിൻ്റെ കരിയറിൽ. അതിന് ബെൻ സ്റ്റോക്സിനെ പറ്റിയിട്ട് എനിക്കത് ഇംഗ്ലണ്ട് ഇപ്രാവശ്യം ജയിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവർക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു വലിയ സ്റ്റെപ്പാണ്. ഇനിയിപ്പോൾ കമ്മിൻസും ഹേസൽവുഡൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. ഓസ്ട്രേലിയ ശക്തമായിട്ട് തിരിച്ചടിക്കും. ഇപ്പോൾ ഇന്ത്യ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയ ടൂർ ചെയ്തപ്പോൾ അറിയാമല്ലോ, ഓസ്ട്രേലിയ തിരിച്ചു വരാൻ ഓസ്ട്രേലിയ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു വലിയൊരു സ്റ്റെപ്പായിരിക്കും ഈ ഒരു ടെസ്റ്റ് ജയിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന് സീരീസ് ജയിക്കാനായിട്ട് സാധിക്കട്ടെ. എന്തായാലും നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണുന്നിടം വരെ ബൈ.